എന്റെ ഉൾക്കുള്ള വെള്ളമോ അയ്യോ ഒഴിപ്പറ്റുന്നാവോ അയ്യോ എത്രയും പറ്റുന്നത് മത്സ്യക്കാരെ നോക്കിയാലേ ഈ മറിഞ്ഞ് കിട്ടുമ്പോ പോകുന്നു പോകുന്നു ജെല്ലി പറഞ്ഞു ജെല്ലി ഇവനും കൂടി രക്ഷപ്പെട്ട നേരെ കേട്ടോ അയ്യോ ദേവു വാ വാ പേടിക്കോ ദേവു ദേവു ജെല്ലി നിന്നെ കാണിച്ചേ അത് ഞാൻ പിടിക്കാൻ സഹായിച്ചതാ അല്ല ഞാൻ കണ്ടതാ നീ എന്റെ കൈ അവളുടെ കയ്യിൽ നിന്ന് വിടിപ്പിക്കുന്നത് നീ എന്താ അവളെ കൊല്ലാൻ നോക്കുകയാണോ അല്ല ഞാൻ പിടിച്ച് കഴിക്കാണ് നോക്കിയത് ദേവു 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 അയ്യോ ദേവുന്റെ ബോധം പോയല്ലോ അർജുൻ ഇവരെന്താ ചെയ്തത് ഇവർ രണ്ടുപേരും മരിക്കാൻ പോവാണോ എന്റെ ദൈവമേ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് അല്ലോ കുറച്ചും കൂടി വെള്ളം കയറിന്റെ കാര്യം കാട്ടപ്പോ കായല്ലോ പണ്ടാരക്കാട്ട് ജന്മ മരത്തപ്പോ വീട്ടെടുക്കാൻ കുറച്ചും കൂടി മാരൊക്കെ ഇരിക്കട്ടെ എന്ന് എടാ നിനക്ക് മാത്രം ജീവിച്ചാ മതിയോ എനിക്ക് ജീവിക്കണം വെള്ളത്തിൽ പണ്ടിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയൊക്കെ നോക്കിയാ മതി ഇതെങ്ങനെ ഒഴിക്കണേ ഒന്ന് കളിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് എങ്ങനെയൊക്കെ ഒന്ന് പോവായിരുന്നു ഇതിപ്പോ എനിക്ക് നീന്തും അറിയില്ല വല്ലാത്തൊരു കട്ടകാലായി പോയി ഒഴിക്കുവാണ് വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ റബ്ബേ ഇതൊക്കെ കഷ്ടപ്പാടാണോ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് റബ്ബേക്ക് വേണ്ട എന്തിനാണ് ഇത് ഞങ്ങളിങ്ങനെ പരീക്ഷിക്കണത് അല്ല ഞങ്ങളെ പേരൊക്കെ തോട്ടിന്റെ അടുത്താണല്ല എന്റെ വല്യമ്മക്ക് സുഖം പോലെ ഇരിക്കണ്ടാവോന്നാവോ എന്തൊരു വെള്ളാണ് ഈ കേറുന്നത് റബ്ബേ എന്തിനാണ് റബ്ബേ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഉസ്മാനെ നീ ഇങ്ങനെ കരയില്ല നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ത് പരിഹാരടി അന്തമ്മാന്റെ പർമ്മ വിട്ടാൽ വെള്ളം വെട്ടാൻ പോകടി ഉസ്മാനെ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് എല്ലാവരും എന്താ പറയാ പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും ഒക്കെ ഇതിന് പോവില്ലേ നമ്മൾ ആരെന്ത് പറഞ്ഞിട്ട് കാണിക്കല്ലടി പൈസന്റെ കൊങ്ക് ഇത്ര ഉള്ളു പൈസ ഒക്കെ ഈ വെള്ളത്തിന് ഒഴിച്ചു പോയാൽ തീരാവുള്ളടി അന്റെ പൈസ ഒക്കെ ആൺകുട്ടിയല്ലേ കരയല്ലേ എന്ത് കരയാതിരിക്കുക എങ്ങനെ ഞാൻ കരയാതിരിക്കൂ ജീവിക്കാൻ പൂതിണ്ടോ ഉസ്മാനെ ഞങ്ങൾ വന്ന് രക്ഷിക്കാൻ വന്നിട്ട് ഞങ്ങൾ വന്ന് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം ഞങ്ങളുണ്ടടാ എനിക്ക് ഇനി കരയണ്ട ഉസ്മാനെ നീ കരയല്ലേ ഇനി ഞങ്ങൾ രക്ഷിക്കാൻ വന്നില്ലേ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് തൊഴിഞ്ഞു വരാം നിങ്ങൾ രണ്ടുപേരും ഇതിൽ കേറിക്കോളി വേഗം വാ വെള്ളം ഈ മരപ്പ് മുണുങ്ങും എന്ത് അല്ല വെള്ളത്തിൽ ഈ മരപ്പ് മുങ്ങുന്നേ ഒപ്പം ഞങ്ങളും എന്നെ ഉസ്മാനെ അങ്ങനൊന്നും സംഭവിക്കില്ല ഞങ്ങളുള്ളപ്പോ നീ എങ്ങനെ മുങ്ങാനാ പേടിക്കണ്ട നീ ഒട്ടും പേടിക്കണ്ട നിനക്ക് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോടാ ഇതാരും അപ്പൊ ഈ പറയുന്നത് റബ്ബേ അന്നേലി ഒരു വെള്ളപ്പൊക്ക വന്നപ്പോ എല്ലാരും മനസ്സും മാറി ഒന്നായോ പെട്ടെന്ന് രക്ഷിക്കാൻ നോക്കി നിന്ന് വാചകം അടിക്കാതെ എടാ നല്ല ഒഴുക്കുണ്ടടാ തൊഴാൻ കഴിയുന്നില്ല കണ്ടോടാ ബാക്കിലോട്ട് പോകുന്നു അങ്ങോട്ടല്ലേ ഒഴുക്ക് ഇങ്ങനെയൊക്കെ ഞങ്ങളെ ആ തോടി കേറ്റി നിങ്ങൾ രക്ഷിച്ചിട്ട് വേണം ഇവിടെ എല്ലാരും രക്ഷിക്കാൻ പോവാനായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറെ പേര് നിൽക്കുക പിന്നെ കൊടുന്നപ്പോ ഈ തോടിനൊക്കെ കിട്ടിയത് അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ച് ഞങ്ങൾക്ക് അറിയാം നിങ്ങളൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടാവുന്നത് 2-3 പേര് ഞങ്ങൾ മുങ്ങി കിടക്കുന്ന കുട്ടികളെ രക്ഷിച്ചു ഇനി നിങ്ങളെ രക്ഷിക്കണം ഇനി കുറെ പേരുണ്ട് ഇനി വേഗമാ എന്നെ രക്ഷിക്ക് അപ്പോൾ സ്വയം രക്ഷപ്പെടാനുള്ള ചിന്ത മാത്രമല്ല ഈ കുറിപ്പിന് തലയിൽ അങ്ങനെ എന്നോട് പറഞ്ഞു പോയത് അങ്ങനെ സ്വന്തം ജീവനിൽ എല്ലാരും എന്തിനേക്കാളും ആഗ്രഹിക്കുള്ളൂ എടാ സ്വന്തം ജീവനിൽ എല്ലാവർക്കും കുറച്ച് ബെറ്റർ ആക്കി സേവ് ചെയ്യാൻ തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞതാ നിനക്കൊന്നും പറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എനിക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കണ്ട
വേറെ എങ്ങനെയും മരിച്ചാൽ നമുക്ക് കുഴപ്പമില്ലായിരിക്കൂലേ? ബാക്കിയുള്ളവരെ രക്ഷപ്പെടായിക്കരുത്. ഓക്കെ, തമാശ നിർത്തട. ഈ സാഹചര്യത്തിലാണോ നിന്റെ വലിയ തമാശ? എവിടെ പോത്തിന് ഇത്രക്കൊക്കെ വെള്ളം കയറിയോ? അല്ല, കുട്ടികൾ സ്കൂളിൽ പോയതിന്റെ അടുത്താണല്ലോ. അവിടെയൊക്കെ വെള്ളം കയറിയെന്നാവോ? എന്റെ റബ്ബേ, അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവോ? സുബ്ഹാനല്ലാഹ്, എന്റെ കുട്ടികളെ കാത്തോളി റബ്ബേ. നീലുവിന്റെ പെരേക്ക് വെള്ളം കയറി തുടങ്ങിയല്ലോ. ഇമ്മേ, നമ്മളെ കുടിന്റെ അവസ്ഥ ഇനി എന്താന്നാവോ? ഇതെന്താ പെട്ടെന്നൊരു വെള്ളം കയറില്ലേ? എന്റെ റബ്ബേ, എന്റെ കുട്ടിയെ കൊന്നതിന് പറ്റിയാല് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇമ്മേ, ആ വയനാട്ടത്തെ കഥ കണ്ടിട്ട് നമ്മള് കണ്ണിനൂടെ വെള്ളം വരിക. അതിന് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായവർക്കൊക്കെ പഠിച്ച ക്ഷമ നൽകട്ടെ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ? അവിടുത്തെ ആൾക്കാർക്കൊക്കെ മനസ്സന്മാർക്കൊക്കെ മനക്കെട്ടി കൊടുക്കട്ടെ. എല്ലാം സഹിക്കാനുള്ള എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും സേഫ് അല്ലേ? എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാട്ടോ. കൂടെ നമ്മളെ വയനാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും.